നാം നിന്നിൽ പ്രസാദിച്ചിരിക്കുന്നു. നിനക്ക് എന്തു വേണം? ഹിംറാസ്, സാറാത്ത് പർവ്വതത്തിലെ ഗുഹയിലെ മാന്ത്രിക വിളക്ക് എനിക്ക് സ്വന്തമാക്കണം. ആരാണ് എന്റെ അവകാശി? വിളക്കിന്റെ ഇപ്പോഴത്തെ അവകാശി അലാവുദ്ദീനാണ്. അലാവുദ്ദീൻ ആരാണവൻ? എവിടെയാണവൻ? അറേബ്യയിലെ ബാഗ്ദാദ് നഗരത്തിലെ തയ്യക്കാരൻ മുസ്തഫായുടെ മകനാണ് അലാവുദ്ദീൻ. അവിടുന്ന് എനിക്ക് അലാവുദ്ദീനെ കാണിച്ചു തരിക. ഇതാ നോക്കൂ. എടാ മോനെ, എടാ അലാവുദ്ദീനെ, സുബഹ് ബാങ്ക് കൊടുത്തിട്ട് നേരെ എത്രയാന്നറിയാമോ? നിന്നെ പോലുള്ള ചെറുപ്പക്കാർ പള്ളിയിൽ പോയി നിസ്കാരം കഴിഞ്ഞ് മടങ്ങിയെത്തി. നീ മാത്രം കിടന്ന് ഇങ്ങനെ ഒരു ഉറക്കം. എഴുതാ, പഠിക്കാനോ പോവില്ല, പഠിച്ചോനെയും പേടിയില്ല. നീ തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഒരു തുന്നക്കട ഉണ്ടായിരുന്നത് കടക്കാർ കൊണ്ടുപോയി. ഇപ്പൊ തുന്നക്കാരൻ മുസ്തഫാന്റെ മോൻ എന്ന പേര് മാത്രം ബാക്കിയുണ്ട്. നീ ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്തവനായി പോയാൽ നമ്മൾ എങ്ങനെ ജീവിക്കൂടാ? ഓ, വലിയ ശല്യമായില്ലേ ഉമ്മയുടെ കാര്യം. ഉമ്മ ഒന്ന് പോയിക്കേ, ഞാൻ ഒന്ന് ഉറങ്ങട്ടെ. അല്ലാ, എന്റെ മോന്റെ കാര്യം നിന്നെ ഏൽപ്പിക്കുന്നു. ആ, ഏൽപ്പിച്ചല്ലോ, ഇനി അല്ല നോക്കിയോളും. ഉമ്മ പോയിക്കേ. നിന്നോട് ഞാൻ എന്ത് പറയാനാ? നിന്റെ ഇഷ്ടം പോലെ ജീവിക്കേ. ഈ മോതിരം ധരിക്കുന്നവന്റെ ആജ്ഞകൾ അനുസരിക്കുന്നവനായിരിക്കും ഞാൻ. എന്റെ സഹായം ആവശ്യമുള്ളപ്പോൾ ഈ മോതിരം ഉരസിയാൽ മതി, അവിടെ ഞാൻ ഉണ്ടാകും. അടിയനൊരു സംശയം. നമ്മളെ എന്ന് വിളിച്ച അലാവുദ്ദീൻ നമ്മുടെ കൂടെ വരുമോ? എന്റെ ഈ കൊച്ചു തലയ്ക്കകത്ത് തോന്നുന്നത് അലാവുദ്ദീനെ അവന്റെ ഉമ്മ നമ്മുടെ കൂടെ അയക്കില്ലെന്നാണ്. എന്തിനയക്കണം? നമ്മളാണെങ്കിൽ ഒരു പരിചയമില്ലാത്ത ഒരാളുടെ കൂടെ നമ്മുടെ മക്കളെ അയക്കുമോ? അയക്കില്ല. ബഷീർ, നീ പുറത്തു പോകൂ. ഹുസൂർ, ഞാൻ നിങ്ങളുടെ അടിമ ഹിംറാസ്. ഹിംറാസ്, അലാവുദ്ദീനെ അപരിചിതനായ ഞാൻ ചെന്ന് വിളിച്ചാൽ അവൻ എന്റെ കൂടെ വരികയില്ലെന്നാണ് എന്റെ വിശ്വാസം. ഞാൻ എന്ത് ചെയ്യണം? അലാവുദ്ദീന്റെ വാപ്പയുടെ അനുജൻ അബ്ദുള്ള, അയാൾ കപ്പലപകടത്തിൽ മരിച്ചു എന്നാണ് അലാവുദ്ദീന്റെ ഉമ്മയുടെ അറിവ്. അങ്ങ് അയാളുടെ വേഷത്തിൽ പോകുക. ശരി, ഹിംറാദിന് പോകാം. ബഷീർ, ബഷീർ. ഹുസൂർ, ഞാൻ അലാവുദ്ദീന്റെ ഇളയപ്പ അബ്ദുള്ളയാകുകയാണ്. നീ എന്റെ ഭാര്യ. ഞാൻ ഭാര്യ.
സലാം അലൈക്കും. അലാവുദ്ദീന്റെ വീട് എവിടെ? നിങ്ങൾക്ക് ആരെ കാണണം? അലാവുദ്ദീനെ അവിടെ പഞ്ച പിടിക്കുന്നത്. യൂസഫ് 2 ദിനാർ. 5 ദിനാർ അലാവുദ്ദീൻ. അലാവുദ്ദീൻ 1 ദിനാർ. എടാ ആ തൊപ്പി എടുക്ക്. അലാവുദ്ദീൻ അല്ലേ? അതെ മോനെ. നിങ്ങൾ ആരാ? നിനക്കെന്നെ മനസ്സിലാവില്ല. ഞാൻ നിന്റെ ഇളാപ്പയാണ്, നിന്റെ വാപ്പയുടെ അനുജൻ. അല്ലോ, നിങ്ങൾ മരിച്ചുപോയല്ലോ. ഇല്ല മോനെ, ഞാൻ മരിച്ചുപോയി എന്നാണ് എല്ലാരും വിശ്വസിച്ചിരിക്കുന്നത്. മരിച്ചുപോയില്ല അല്ലേ? ഇതാണ് നിന്റെ ഇളാമ്മ. മറുവിളയാപ്പ, നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താടാ രാവിലെ ഇവിടെ ഇറങ്ങിയതല്ലേ? ഇതുവരെ എവിടെ തന്നെ തിരിഞ്ഞ് നടക്കുകയായിരുന്നു. സമയം സന്ധ്യയായി. തെരുവിൽ കണ്ട പിള്ളേരുമായിട്ടോ വന്നു. ആര്? മരിച്ചുപോയി നിന്റെ ബാപ്പയോ? അല്ലോ, ബാപ്പയെ പറയല്ലോ ഉമ്മ. പിന്നെ ആരാടാ വന്നത്? എളാപ്പ വന്നു. എളാമ്മയുണ്ട്. എടാ, നിന്റെ ബാപ്പയെക്കാട്ട് മുമ്പേ നിന്റെ എളാപ്പ മരിച്ചില്ലേ? ഉമ്മ ഒന്നൊന്ന് നോക്കിക്കേ. ചേട്ടത്തിക്ക് എന്നെ മനസ്സിലായോ? മനസ്സിലായി. അബ്ദുള്ളയല്ലേ? അതെ, ഇതാണ് എന്റെ ഭാര്യ സൈനബ. സൈനബ, ഇതാണ് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ അലാവുദ്ദീന്റെ ഉമ്മ. ഇവനെ പ്രസവിച്ച് കിടന്നപ്പോഴല്ലേ അബ്ദുള്ള ഇവിടുന്ന് പോയത്? എവിടെയോ കച്ചവടത്തിന് പോയി കപ്പൽ മുങ്ങി മരിച്ചുപോയി എന്നാ കേട്ടത്. മരിച്ചില്ല. മരിച്ചോ? ഇല്ല, കപ്പൽ മുങ്ങിയത് ശരിയാണ്, പക്ഷെ ഞാൻ മരിച്ചില്ല. കപ്പൽ പൊളിഞ്ഞ് ബസ്രായിൽ അടിഞ്ഞു കയറി. ഇവളെ വിവാഹം കഴിച്ച് ഞാൻ അവിടെ കൂടി. ഇപ്പൊ എനിക്ക് അവിടെ നല്ല കച്ചവടമാ. എനിക്കൊരൊറ്റ ദുഃഖമേ ഉള്ളൂ, എന്റെ ജ്യേഷ്ഠനെ കാണാൻ കഴിഞ്ഞില്ലല്ലോ. ഈയിടെ ഇവിടെ നിന്നും ബസ്രായിൽ വന്ന ഒരു കച്ചവടക്കാരൻ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്, ജ്യേഷ്ഠൻ മരിച്ചവർ. ഉടനെ ഇവിടെയും കൂട്ടിക്കൊണ്ട് ഞാൻ ഇങ്ങോട്ട് പോകുന്നു. എല്ലാം അല്ലാഹുവിന്റെ വിധി. എനിക്ക് എന്റെ മോനെയെങ്കിലും കാണാൻ കഴിഞ്ഞല്ലോ. അബ്ദുള്ള, ഇനി ഞങ്ങൾക്ക് ആരുമില്ല അബ്ദുള്ള, ആരുമില്ല. ചേട്ടത്തിക്ക് ഞാനുണ്ട്. പിന്നെ പൊന്നുംകുളം പോലത്തെ ഈ മോനില്ല. അതെ, ചേട്ടത്തി കരയരുത്, കണ്ണു തുടക്കാറല്ലോ ഉമ്മ. സൈനബായിരിക്കും, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം. എളാപ്പേരിക്ക് ഇതൊക്കെ സ്വർണ്ണമാണോ? ഇതോ? അതെ അതെ അതെ, എനിക്ക് ഉമ്മയ്ക്ക് ഇതുപോലെ ഒന്നുമില്ല. എല്ലാം ഞാൻ വാങ്ങിത്തരാം. എളാപ്പാക്ക് ഒരു സ്വൈരം കൊടുറാൻ മോനെ. സർബത്ത് കുടിക്കും. മോൻ കുടിക്കും. അവന് ഞാൻ വേറെ കൊടുത്തോളാം. അവൻ കുടിച്ചിട്ട് ബാക്കി ഞാൻ കുടിക്കും. അപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കെ, ഞാൻ അത്താഴം ശരിയാക്കട്ടെ. അല്ലോ, അങ്ങനെ വേദനിക്കണോ ഉമ്മ? ഈ ഇക്കൊക്കെ ഒരു നാണമില്ലല്ലോ. അല്ലോ, അലാവുദ്ദീൻ ഒറ്റക്കിട്ടിട്ട് ഓടിപ്പോന്നില്ലേ? ഉമ്മ, അലാവുദ്ദീൻ ഇക്കൊക്കെ പോലൊന്നും അല്ല. ഉമ്മ, അടി കൊണ്ടിട്ടുണ്ടെ കൊടുത്തിട്ടും ഉണ്ടാവും. അയ്യോ. അല്ലോ, അബൂബക്കറേ, അബു ഇല്ലേ? എന്തിനാ ഇനി അടി ഉണ്ടാക്കാൻ പോണോ? ഇല്ല. എന്റെ മക്കളെ, നിങ്ങൾക്ക് മര്യാദയ്ക്ക് നടന്നൂടെ? ശരി, അതുപോട്ടെ. എന്റെ ഇളയാപ്പ വന്നു. ഇളയാപ്പയോ? ആര്? അബ്ദുള്ളയോ? അതെ. അയാൾ മരിച്ചുപോയില്ലേ? ഇല്ല. മരിച്ചുപോയി? ആരും ചത്തുപോയിട്ടില്ല. നിങ്ങൾ അറിഞ്ഞോ? അലാവുദ്ദീന്റെ ഇളയാപ്പ വന്നിരിക്കുന്നു. എളാപ്പയോ? മരിച്ചുപോയി അബ്ദുള്ള? മരിച്ചുപോയിട്ടില്ല. ഞാൻ ഇളയാപ്പയോട് തന്നെ ചോദിച്ചു. വലിയ പണക്കാരനായിട്ട് തിരിച്ചു വന്നിരിക്കുക. നീ എന്തൊക്കെയാ മോനെ ഈ പറയണത്? ഇതൊക്കെ കൊണ്ടുവന്നത് എളാപ്പയാ. എളാമയുണ്ട്. അല്ലാഹുവിന്റെ ഒരേ കുതിരത്ത്. അല്ല അബ്ദുള്ള, അലാവുദ്ദീൻ ഇങ്ങനെ കണ്ട പിള്ളേരുമായി കളിച്ചും വഴക്കിട്ടും നടന്നാ മതിയോ?
അവന്റെ ബാപ്പ ഉണ്ടായിരുന്നെങ്കിൽ അവനെ ഏതെങ്കിലും ഒരു വഴിക്കാക്കുമായിരുന്നു. ചേട്ടത്തി വിഷമിക്കണ്ട, എനിക്ക് ബസ്റായി നല്ല കച്ചവടമല്ലേ. ഞാൻ ഇവനെ അവിടെ കൊണ്ടുപോയി കച്ചവടം പഠിപ്പിക്കും. എന്നിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഒരു നല്ല കടയിട്ട് കൊടുക്കും. ഇവന് വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ മുടക്കും. അതല്ല ചേട്ടത്തിക്ക് ഇവനെ പിരിഞ്ഞിരിക്കാൻ വിഷമമാണെങ്കിൽ ഞാൻ കൊണ്ടുപോകുന്നില്ല. എനിക്കൊരു വിഷമവുമില്ല. അള്ളാഹുവിന്റെ കൃപ കൊണ്ട് എന്റെ മോൻ നന്നായി കണ്ടാ മതി. എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിക്കുള്ളൂ. ഞാൻ ഇവനെ കൊണ്ടുപോയാൽ ഒരു രാജകുമാരനായിട്ട് തിരിച്ചു കൊണ്ടുവരും. ഞാൻ ഇളയപ്പയോട് പോട്ടെ. പോകാം മോനെ, പോകാം. ഒരുങ്ങിക്കോ, നാളെ രാവിലെ നമുക്ക് പോണം. അബ്ദുള്ള, എന്റെ മോനെ ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ്. ചേട്ടത്തി, ഞാൻ ഇവനെ ഒരു വലിയ കച്ചവടക്കാരനാക്കി തിരിച്ചു കൊണ്ടുവരും. മാമോനെ. ഉമ്മ, ഞാൻ പോയിട്ട് വരട്ടെ. പോയിട്ട് വാ മോനെ. ബസ്റായിലേക്ക് പോകുന്നല്ലേ പറഞ്ഞത്? പിന്നെ ഇവിടെ എങ്ങനെ വന്നത്? അതെ മോൻ, അതിനു മുമ്പ് നമുക്കൊരു കാര്യം സാധിക്കും. മോൻ അത് കണ്ടോ? ദാ അതൊരു ഗുഹയാണ്. ആ ഗുഹയ്ക്കകത്ത് ഒരു നിധിയുണ്ട്. നമുക്കത് എടുക്കണം. പൊന്നാണോ ഇളയപ്പ? ഒരു വിളക്ക്. മോനത് എടുത്താ നമുക്ക് ഇഷ്ടം പോലെ പൊന്നുണ്ടാക്കാം. ക്ലീം, ക്ലീം, ഹേ, ജയ് ശംഭോ. മോൻ ഈ ഗുഹയ്ക്കുള്ളിലേക്ക് ഇറങ്ങി നടന്ന ഗുഹയുടെ അങ്ങേ അറ്റത്ത് ഒരു വിളക്ക് കാണും. മോനത് എടുത്തോണ്ട് വാ. അയ്യോ, എനിക്ക് പേടിയാന്നു. ഇളയപ്പ കൂടെ വാ. എളാപ്പയ്ക്ക് വരാൻ പാടില്ല മോനെ. മോൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ദാ ഈ മോതിരം ഇട്ടോളൂ. ഈ മോതിരം ഇട്ടാ ഒരാപത്തും വരും. ഞാൻ പോവില്ല. എന്നാ ഇളയപ്പ ഒരു കാര്യം ചെയ്യാം. ബസ്റാവ് പോയിട്ട് വരുന്ന വഴിക്ക് ഇതൊക്കെ ഒന്ന് എടുക്കാം. ബസ്റായിലൊക്കെ നമുക്ക് പോവാം. നീ ഒന്ന് അകത്തോട്ട് എത്തി നോക്ക്. എത്തി മാത്രം നോക്കാം. ഒന്ന് എത്തി നോക്ക്. ഇളയപ്പ കുറെ പിടിച്ചോളൂ. പിന്നെ നീ ഒന്ന് നോക്ക്. അതൊക്കെ